എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 4-ാം തീയതി രാത്രിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 5-ാം തീയതി രാവിലെ 10 മണിയോടെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 4-ാം തീയതി വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ടെമ്പററി അഡ്മിഷൻ ആയാലും അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആയിരുന്നാലും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ആദ്യം വേണ്ടത് വിദ്യാർത്ഥികളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ അതായത് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ അപ്ലോഡ് ചെയ്തിരുന്ന, അതായത് നിങ്ങളുടെ റിസൾട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നീട് സ്കൂളിൽ SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കിട്ടും. അതല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നാണ് ഉണ്ടാവുക. അത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് TC ആണ്, നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും. കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പേര്. അതാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ജാതി, മതം, കാറ്റഗറി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അത് നിങ്ങളുടെ ഈ ഒരു അതായത് SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം 3 ദിവസം വേണം അത് കിട്ടാനായിട്ട്. അതില്ലാത്ത വിദ്യാർത്ഥികൾ അത് അപേക്ഷിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതായത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റോ കൊണ്ടുപോയാൽ മതിയാകും. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ അക്ഷയയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അക്ഷയ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. അതെല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമുള്ളതല്ല. ഇനി EWS കാറ്റഗറിയിൽ EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുക. അത് നിങ്ങൾ അതിനായിട്ട് പെട്ടെന്ന് തന്നെ, അതായത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് അവകാശപ്പെട്ടിട്ടുണ്ട് EWS സർട്ടിഫിക്കറ്റ് യെസ് എന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അക്ഷയ വഴി അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ +1 അഡ്മിഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നൽകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു EWS സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ, അതായത് NCC SPC ഇതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ ആർമിയിൽ ജോലി ചെയ്യുന്ന, അതായത് ആർമിയിൽ ജോലി ചെയ്യുന്ന ജവാന്മാരുടെ മക്കൾ അല്ലെങ്കിൽ വീരമൃത്യു വരിച്ചവരുടെ മക്കൾ ഇങ്ങനെയുള്ള ആ ഒരു അവകാശങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകേണ്ടതാണ്. ഇനി ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റാണ് അടുത്തതായിട്ടുള്ളത്. ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു LSS USS NMMSC അതുപോലെയുള്ള എക്സാമിനേഷനിൽ ലഭിച്ചതും അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതായത് ചില വിദ്യാർത്ഥികൾ മാത്സ് ക്ലബ്ബ്, IT ക്ലബ്ബ് ഇതുപോലുള്ള ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസൊക്കെ അപേക്ഷയിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ക്ലബ്ബുകളുടെ ഡോക്യുമെൻറ്റുകൾ, അതായത് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾ ഓപ്ഷനിൽ, അതായത് അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്രയുമാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 അതായത് +2 അല്ല ഈ ഒരു TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോഴ്സ് ആൻഡ് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതായത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള
ഫീസ് വിദ്യാർത്ഥികൾ കൊണ്ടുപോവേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഈ ഒരു കോഴ്സ് വ്യത്യാസം അനുസരിച്ച് ഫീസിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസാണ് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. ടെമ്പററി അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഈ ഒരു ഡോക്യുമെൻറ്റുകൾ മാത്രം മതി. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ TC എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അടുത്തതായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അത് EWS ഉൾപ്പെടെയുള്ള വല്ല റിസർവേഷൻ നിങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ക്ലബ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ LSS, USS, NMMSC ഇതുപോലുള്ള എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ടുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ എടുക്കേണ്ടത്. ഇതിനോടൊപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ഫീസ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യമെങ്കിൽ യൂണിഫോം വാങ്ങിക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ വഴി ആയിരുന്നാലും നിങ്ങൾക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.